വയനാട്ടിലെ ആദിവാസികൾ കൊളോണിയൽ ഭരണത്തിന് മുമ്പ്, അതായത് 1800 മുമ്പ് ആദിവാസികൾ കൃഷിയിൽ വളരെയധികം വ്യാപരിച്ചതായിട്ടുള്ളതിന് രേഖകൾ നമുക്ക് കാണാം. കാടുകളിൽ മുഴുവൻ അവർ വെട്ടും കിളയും നടത്തിക്കൊണ്ട് നെല്ല് ഉൽപ്പാദിപ്പിക്കുകയും ആ നെല്ലിന് കാട്ടിൻ്റെ ജന്മിമാരായിട്ടുള്ളവർക്ക് ഭാരം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ജന്മിമാരുടെ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായ കുട, കള്ള്, അവിൽ തുടങ്ങിയിട്ടുള്ള നിവേദ്യങ്ങൾ ഇതെല്ലാം തന്നെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു 1800 മുമ്പ് വയനാട്ടിൽ നിലനിന്നിരുന്നത്. അപ്പോൾ ജന്മിമാർ ഇവരെ കൃത്യമായ ഒരു ഭാരം പിരിപ്പിച്ചുകൊണ്ട് പീഡിപ്പിക്കുക എന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഒരു കാട്ടിലെ പ്രദേശം മുഴുവൻ നിങ്ങൾ കൃഷി ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ സമൂഹമാണ് അവിടെ കാട് വെട്ടി കരിച്ച് നെൽകൃഷി നടത്തിയിരുന്നത്. അതിന് ജന്മിയുടെ അമ്പലത്തിലേക്ക് ആവശ്യമായ ചില ദാനങ്ങൾ മാത്രമേ അവർ ചെയ്യേണ്ടതുള്ളൂ. കള്ള്, അല്ലെങ്കിൽ അവിൽ, മലര്, പഴം ഇതെല്ലാം കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു 1800 മുമ്പ് നിലവിലുണ്ടായിരുന്നത്. അതിരുകൾ കൊണ്ട് വിലക്കുകൾ നിർമ്മിക്കപ്പെട്ടിട്ടില്ലാത്ത കാലം അവസാനിച്ചിരിക്കുന്നു. വയനാട്ടിലെ ആദിവാസികളിൽ വലിയ വിഭാഗം ഇന്ന് ഭൂരഹിതരാണ്. നഷ്ടപ്പെട്ട ഭൂമിയിൽ അല്പമെങ്കിലും തിരികെ കിട്ടാൻ അവർ സമരഭൂമി കയറി കുടിൽ കെട്ടിയിരിക്കുന്നു. വയനാട്ടിലെ ഭൂസമരങ്ങളുടെ ലക്ഷ്യങ്ങൾ പലപ്പോഴും ദുരൂഹമാണ്. എങ്കിലും അടക്കം ചെയ്യാനുള്ള ഭൂമി പോലും ഇല്ലാതെ പോയ ഒരു സമൂഹത്തിന്റെ കണ്ണീർ ആ സമരങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ചരിത്രത്തിൽ അവരുടേതായിരുന്ന വയനാടൻ ഭൂമി ചുരം കയറി വന്നവൻ തട്ടിയെടുത്ത് വീതം വെച്ചിരിക്കുന്നു. ഭയങ്കര സങ്കടമുള്ള കാര്യം. ആ ഭൂമിക്ക് വേണ്ടി ഞങ്ങൾക്ക് തന്നാൽ അതിന്ന് ഞങ്ങൾ പറയുമ്പോൾ സർക്കാർ ഞങ്ങൾ ശിക്ഷിക്കുക ചെയ്യുന്നത്. ഇപ്പോഴും അവിടെ ഭൂമിയിൽ പട്ടിണി കിടക്കുന്നുണ്ട്. കുറേ ആൾ കിടന്നുറങ്ങുന്ന വെറും ചോരുന്നൊലിക്കുന്ന ഷെഡിൽ ആണ് ഞങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുന്നത്. കുറേ ആൾ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ ആയുധമെടുത്ത വീരകേരള പഴശ്ശിരാജ കൊല്ലപ്പെട്ടു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ പഴശ്ശിക്കൊപ്പം വയനാട്ടിലെ ഗിരിവർഗക്കാരും പങ്കെടുത്തിരുന്നു. തങ്ങൾക്കെതിരെ സമരം ചെയ്ത ഗിരിവർഗക്കാരോട് ബ്രിട്ടീഷുകാർ പ്രതികാര മനോഭാവത്തോടെ പെരുമാറി. പഴശ്ശിയുടെ ഭൂമി ഏറ്റെടുക്കുന്നെന്ന പേരിൽ ബ്രിട്ടീഷുകാർ വയനാടൻ ഭൂമി കൈയടക്കി. ഇവിടെ കഥ തുടങ്ങുകയാണ്. വയനാടൻ ആദിവാസിയുടെ നഷ്ടപ്പെടലിൻ്റെ കഥ. ആദിവാസിയുടെ ഭൂമി അവൻ്റേതല്ലാതാക്കാൻ നിയമങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. 1810-12 കാലഘട്ടങ്ങളിലായിരുന്നു അതിൻ്റെ തുടക്കം. അക്കാലത്ത് ബ്രിട്ടീഷുകാർ വനനയങ്ങൾ കൊണ്ടുവന്നു. അതോടെ വനത്തിനുള്ളിൽ പ്രകൃതിക്കനുസരിച്ച് ജീവിച്ചിരുന്ന ആദിവാസിക്ക് മുന്നിൽ തടസ്സങ്ങൾ വന്നു. കാട്ടിൽ വെട്ടും കിളയും നടത്തുന്നവൻ തെറ്റുകാരനായി. ആദിവാസിയുടെ ജീവിതത്തെ കാട്ടിൽ നിന്നകറ്റാൻ പിന്നീടും നിയമങ്ങൾ ഒരുപാട് വന്നു. 1865 വന നിയമങ്ങൾ, 1881 പരിഷ്കരിച്ച മാറ്റക്കൃഷി തടയുന്ന നിയമം, 1952 ദേശീയ വനനയം, 1961 കേരള വന നിയമം എന്നിവയെല്ലാം ആദിവാസിയെ വനത്തിൽ നിന്നും പുറന്തള്ളുന്നതായി. എങ്കിലും വയനാടൻ കാടുകളിൽ ഇന്നും ആദിവാസി താമസിക്കുന്നുണ്ട്. നിയമവിരുദ്ധ താമസക്കാർ മാത്രമല്ല, വനസംരക്ഷണത്തിനായി വനം വകുപ്പ് കൈവശാവകാശ രേഖ നൽകി താമസിപ്പിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നിന്നും 2 കിലോമീറ്റർ അകലെ വനത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ആദിവാസി കോളനികളുണ്ട്. മുത്തങ്ങ സ്വദേശിയായ കൃഷ്ണേട്ടൻ ആ കോളനികളുടെ കഥ പറഞ്ഞു. ഇത് ഒരു 10-30 വർഷമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. അതിനു മുമ്പ് ഒരു അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്നില്ലേ, പിന്നെ മലയാളിമാർക്കും കുറച്ച് വേറെ ജാതിക്കാർക്കൊക്കെ അവരുടെ സ്ഥലങ്ങളിലാണെന്ന് പണിയെടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അതെല്ലാം നിന്ന് വനം വകുപ്പിൽ പണി തുടങ്ങി. ഫോറസ്റ്റിൽ കൂപ്പുതലിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്ലാന്റേഷൻ്റെ പണിയൊക്കെ ആയപ്പോൾ അതിലത്തെ സ്ഥിരം പണിക്കാരായിരുന്നു. അപ്പം അന്ന് ഫോറസ്റ്റുകാർ ഇവർക്ക് താമസിക്കാൻ ഒരു ഇടം കൊടുത്തു മാത്രമേ ഉള്ളൂ. കപ്പൽ നിർമ്മാണത്തിന് അനുയോജ്യമായ തേക്ക് മരങ്ങൾ കേരളത്തിൽ കണ്ടെത്തിയതോടെയാണ് ബ്രിട്ടീഷുകാർ ഇവിടത്തെ വനങ്ങളിലേക്ക് തിരിഞ്ഞത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും 15,000 ഏക്കർ പ്രകൃതി വനങ്ങൾ നശിപ്പിച്ച് തേക്കുതോട്ടം സ്ഥാപിച്ചു. തേക്കിന് പുറമെ വയനാട്ടിൽ കാപ്പി, തേയിലത്തോട്ടങ്ങളും നിറഞ്ഞു. വലിയ വിഭാഗം ആദിവാസികൾ കാടിന് വെളിയിലായി.
പിന്നീട് നമുക്കറിയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1860കളിൽ അവർ ഈ ഭൂമി മുഴുവൻ ഏക്കർക്ക് 2 റുപ്യ വെച്ച് കണ്ണൻ ദേവൻ അല്ലെങ്കിൽ മലയാളം പ്ലാന്റേഷൻ തുടങ്ങിയിട്ട് ഹാരിസൺ ക്രോസ്ഫീൽഡ് തുടങ്ങിയ യൂറോപ്യൻ മുതലാളിമാർക്ക് ഏക്കറിന് 2 റുപ്യ വെച്ചിട്ട് വിൽപ്പന നടത്തുകയും പൂർണ്ണമായി ജന്മാവകാശം കൈമാറാൻ ചെയ്യുകയും ആദ്യത്തെ 5-10 വർഷം ഇതിന് നികുതി ചുമത്തുകയും ചെയ്തിരുന്നില്ല. അപ്പോൾ അവർ പിന്നീട് ചായ, കാപ്പി തുടങ്ങിയിട്ടുള്ള തോട്ടം കൃഷികൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വയനാട്ടിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ തോട്ടം കൃഷികൾ ഇതെല്ലാം പ്രോത്സാഹിപ്പിച്ചതോടുകൂടി എന്തായി, ആദിവാസികൾ മുഴുവൻ എന്തായി, ഭൂമിയില്ലാത്ത കാർഷിക തൊഴിലാളികളായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിൽ എത്തിച്ചേർന്നു. ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ കൊടി പറക്കുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ചുരമിറങ്ങുകയും ചെയ്തെങ്കിലും വയനാട്ടിലേക്ക് പിന്നെയും പലരും ചുരം കയറി. 1948 രണ്ടാം ലോക യുദ്ധഭടന്മാരെ പുനരധിവസിപ്പിച്ച കോളനൈസേഷൻ സ്കീമിൻ്റെ ഭാഗമായി 33,802 ഏക്കർ ആദിവാസി ഭൂമിക്കാണ് പുതിയ അവകാശികളുണ്ടായത്. ഇതിനോടൊപ്പം മധ്യ തെക്കൻ കേരളത്തിൽ നിന്നുള്ളവരും വയനാടിൻ്റെ മണ്ണിൽ ആശ്രയം കണ്ടെത്തി. ഇവരിൽ ചിലർ ആദിവാസിയുടെ നിഷ്കളങ്കത മുതലെടുത്തു. 58 ഇതാ അത് 58 ഞങ്ങൾക്ക് ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമി എൻ്റെ അച്ഛൻ മരിച്ച്, മുത്തച്ഛൻ മരിച്ച്, അന്നേരം ഒരു പട്ടയം ഉണ്ടായിരുന്നു. ആ പട്ടയം ഒരു പിന്നെ കാക്കാൻ്റെ അടുത്ത് വെച്ച്, കലന്നുകുട്ടി കാക്കാൻ്റെ അടുത്ത്. ആ കലന്നുകുട്ടി കാക്കാൻ്റെ അടുത്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അത് വെച്ച് ഒരു വർഷമായിട്ട് കഴിഞ്ഞു. അപ്പോഴത്തേന് പിന്നെ അച്ഛനും മരിച്ചു, മുത്തച്ഛൻ മരിച്ചു. അങ്ങനെ മരിച്ചപ്പോൾ പിന്നെ ഞാനും എൻ്റെ പെങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ 3 ചെറിയ കുട്ടികളും. അങ്ങനെ ഞങ്ങൾ പോയി ചോദിച്ചവരും പറഞ്ഞു പിന്നെ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉണ്ടായത് ആ സംഭവം. എന്തെന്നല്ല, ഇന്നത്തെ സമയത്തൊക്കെ ഈ ഭൂമി ഓരോരുത്തർ കൈവശം വെക്കുമല്ലേ, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ സ്ഥലത്തും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. സ്വകാര്യ വനദേശസാൽക്കരണ ബില്ലിൻ്റെയും ഭൂപരിഷ്കരണ നിയമത്തിൻ്റെയും പശ്ചാത്തലത്തിൽ കേരളത്തിൽ എല്ലായിടത്തും ആദിവാസി പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം ശക്തമായി. 1961-71 കാലഘട്ടത്തിൽ വയനാട്ടിലെ ജനസംഖ്യയിൽ 50.35% വർധനവുണ്ടായി. ഇതോടെ ആദിവാസി ഭൂമി വീണ്ടും കുറഞ്ഞു. ജന്മിമാരടക്കമുള്ളവർ ആദിവാസി ഭൂമി പിടിച്ചെടുക്കാൻ കൂട്ടിനിന്നു. ഏറ്റവും ഞാൻ താമസിക്കുന്ന അടുത്ത് തന്നെ കേഴവയിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് അച്ചപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു കുറിച്ച സമുദായത്തിൻ്റെ ഒരു വീട്ടിൽ ഈ ഞാൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് പിന്നെ ജമ്മി ഈ അച്ചപ്പനും കൊടുത്തിട്ടുണ്ട്. പിന്നെ രേഖാമൂലം ഭൂമി, പിന്നെ ഈ തൊമ്മൻ, ആനക്കുയി തൊമ്മനും കൊടുത്തിട്ടുണ്ട് മറവാട്ടം 5 ഏക്കറയ്ക്ക്. ഇവനും കൊടുത്തിട്ടുണ്ട് 5 ഏക്കറയ്ക്ക്. ആനക്കുഴി തൊമ്മൻ പോയിട്ട് അപ്പം ഇവരത് മുഴുവൻ പൂർണ്ണമായിട്ടും പിന്നെ കാപ്പിയോ കുരുമുളകോ വെച്ചിട്ടുണ്ടാവില്ല. അതേ കുറിച്ചൻ്റെ കൈവശമുള്ള ഈ 5 ഏക്കറയിൽ ഇവൻ ആനക്കുടി തൊമ്മൻ പോയിട്ട് കയറി ഈ ഭൂമിയിൽ. അങ്ങനെ ആ ഭൂമി ഇവൻ കൈപ്പെടുത്തി. ഇവൻ പോയിട്ട് ജമ്മിയോട് പോയിട്ട് നിങ്ങളെന്ത് ആനക്കുഴി തൊമ്മന് ഭൂമി കൊടുത്തത് എക്കും തന്നു, ഓനും കൊടുത്തു. ഓൻ പാടെ വന്നിട്ട് ഇതാക്കുന്നു. അവൻ ഞങ്ങളോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഞാൻ എന്താക്കാനാണ്, നിങ്ങളെന്താ ചെയ്തോളി. ജമ്മി കൈ ഒഴിഞ്ഞു. ആദിവാസി ഭൂമി അന്യായമായി കൈവശപ്പെടുത്തിയവരിൽ സ്വകാര്യ വ്യക്തികൾ മാത്രമല്ല, ഗവൺമെൻറ്റുമുണ്ട്. വികസനമെന്ന ന്യായത്തിൻ്റെ പേരിൽ ആദിവാസി പലപ്പോഴും അന്യായത്തിനിരയായി. അവരുടെ ഭൂമിയിൽ വികസനമുയർന്നപ്പോൾ തിരികെ ലഭിച്ചത് കണ്ണീരും കുടിലും മാത്രമാണ്. ഞങ്ങളെ കുട്ടിക്കാലങ്ങളിൽ ഈ പദ്ധതിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. 85-86 വന്നിട്ട് ഇത് ഇവിടെ പദ്ധതി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കിവിടെ കൃഷി എടുത്തിട്ട് ഈ കാണുന്ന പാടങ്ങൾ മുഴുവൻ കൃഷി എടുത്തിട്ട് നെൽകൃഷി എടുത്ത് ഞങ്ങൾ പെരകളൊക്കെ വൈക്കോൽ കൊണ്ട് മേഞ്ഞ് നിത്യവൃത്തി കഴിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ആ വയൽ സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം പിന്നീട് വെള്ളം കെട്ടി നിർത്തി ഞങ്ങൾക്ക് പെരമേയാനും വേറെ ഒന്നിനും യാതൊരു നിത്യവൃത്തിയില്ലാതെ ഞങ്ങളിപ്പോൾ അവിടെ ജീവിക്കുകയാണ്. 1972 ആരംഭിച്ച കാരാപ്പുഴ പദ്ധതി മാത്രം 300-ലധികം ആദിവാസി കോളനികളെയാണ് വെള്ളത്തിൽ മുക്കിക്കളഞ്ഞത്. 2000-ലധികം ആദിവാസികൾക്ക് ഭൂമി നഷ്ടപ്പെട്ടു. 2000-ഓളം ഏക്കർ നെൽവയൽ വെള്ളത്തിനടിയിലായി. എന്നാൽ സർക്കാർ ചെയ്തെന്താ? സർക്കാർ നേരിട്ട് കോടതി ഡിപ്പോസിറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഈ ഭൂമിയുമായിട്ട് എന്താ തെളിവ്?
നിങ്ങൾ തെളിവ് ഹാജരാക്കിയ ശേഷം നിങ്ങൾ പൈസ വാങ്ങിക്കോളാമെന്ന് പറഞ്ഞു. ഒന്നത് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് കോമ്പിനേഷൻ കിട്ടാതെ ആവുകയും പിന്നെ ഭൂമി നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ രണ്ടാമത് ഈ പണിയായ വിഭാഗങ്ങൾ ഇവിടുത്തെ മുതലാളിമാരുടെ അടിമപ്പണിക്ക് എന്ന നിലയിൽ പിന്നെ പണിയെടുത്ത് നിന്നിരുന്ന ആളുകളാണ്. അവർക്ക് ഭൂമിമേലെ ഒരു യാതൊരു രേഖയുണ്ടായിരുന്നില്ല. അവർക്ക് അത് സ്വന്തമായ കുടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സർക്കാർ എന്ത് ചെയ്തു, ഈ മുതലാളിയുടെ അല്ലെങ്കിൽ ഈ സമ്പന്നൻ്റെ ഭൂമി ഏറ്റെടുത്തപ്പോൾ ഈ പാവങ്ങളായ ഈ പണിയായ വിഭാഗത്തിൻ്റെയും കാട്ടുനായക വിഭാഗത്തിൻ്റെയും തച്ചനാടി മൂപ്പൻ്റെ ഊരാളിമാരുടെയും പിന്നെ ആ ഭൂമി ആ വീട് അവിടെ തന്നെ നിലനിർത്തുകയും പിന്നെ അവർക്ക് പാരിതോഷികമായിട്ട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 2000-3000 പിന്നെ ഉറുപ്പിക കൊടുത്തിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആദിവാസികളെല്ലാം അടച്ചു. ആദിവാസി പുരുഷന്മാരെ ജയിലടച്ചു. ആദിവാസി പുരുഷന്മാരെ ജയിലടച്ചാൽ ആദിവാസി സ്ത്രീകൾ പട്ടിണി കിടക്കും. ആദിവാസി സ്ത്രീകൾ പട്ടിണി കിടന്നാൽ ഈ സമരം അതിരുകളില്ലാതെ കിടന്നിരുന്ന വയനാടൻ ഭൂമിയുടെ ആദിമ ഉടമകൾ ഇങ്ങനെ സമരക്കാരും കയ്യേറ്റക്കാരുമായി. സകല രാഷ്ട്രീയ കക്ഷികളും ആദിവാസി സംഘങ്ങൾ രൂപീകരിച്ച് സമരം തുടങ്ങി. പക്ഷേ ഈ സമരങ്ങളിൽ പലതും ആദിവാസികൾക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല, ആദിവാസികളെ ഉപയോഗിക്കാനുള്ളതായിരുന്നു. അവയുടെ പേരിൽ ആദിവാസി മരണം വരെ രുചിച്ചു. എങ്കിലും ചില സമരങ്ങൾ ആദിവാസിക്ക് ഭൂമി തിരികെ നൽകി. സുഗന്ധഗിരിയും ഇടിയംവയലുമെല്ലാം തിരികെ കിട്ടിയ ആദിവാസി ഭൂമിക്ക് ഉദാഹരണങ്ങളാണ്. പക്ഷേ നഷ്ടപ്പെടലിൻ്റെ കഥ ഇന്നും അവസാനിച്ചിട്ടില്ല. മഴയും വെയിലും ദുരിതവും രോഗങ്ങളും വകവെക്കാതെ സമരം ചെയ്ത് കേളൻ നേടിയ ഭൂമിയിൽ ഇന്ന് മറ്റൊരാൾ പൂള നട്ടിരിക്കുകയാണ്. എത്ര കാലത്തിന്? ഒരു കൊല്ലത്തിന്. എത്ര പൈസ കിട്ടും? പൈസ നാൾ വേണ്ടില്ല. പൈസ മേടിക്കൂലേ? പൈസ തന്നില്ല. പറത്തി വീട്ടിട്ട് തരാനാവെന്ന് പറഞ്ഞു. എത്ര പൈസ തരാന്നാ പറഞ്ഞത്? അതൊന്നും പറഞ്ഞില്ല. പൂളല്ലാതെ എന്തേലും ഉണ്ടോ? ഇല്ല. കാപ്പിച്ചെടിയല്ല കുഴിച്ചിട്ട്. അത് നിങ്ങളതാ? അത് ഞങ്ങൾ കാപ്പിച്ചെടി അടക്ക തൈയെല്ലാം ഞങ്ങൾ കുഴിച്ചിട്ട്. ഇല്ല, പൂളൻ്റെ അടക്കല്ല. ബാക്കി സ്ഥലം പൂളക്ക് കൊടുത്തല്ലേ? ഇതെല്ലാം ഞങ്ങൾ പൂളക്ക് ഇതെല്ലാം നമ്മൾ 1975 കേരള പട്ടികവർഗ നിയമപ്രകാരം ഇത്തരം ഭൂമി കൈമാറ്റങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. എന്നിട്ടും നഷ്ടത്തിൻ്റെ ചരിത്രം ആവർത്തിക്കുകയാണ്. സമൂഹത്തിൻ്റെ ചൂഷണങ്ങളെ അതിജീവിക്കാനുള്ള സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ ശേഷി ഇന്നും പല ആദിവാസികൾക്കുമില്ല. എങ്കിലും ബലഹീനതകളെ അതിജീവിക്കാൻ ശേഷിയുള്ള ആദിവാസികൾക്ക് തങ്ങളുടെ ഭൂമിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല. സമരത്തിന് എന്നാ പോയത്? ഭൂമി കിട്ടുമോ? ഭൂമി കിട്ടായിരിക്കും. കിട്ടായിരിക്കോ? ആണല്ലേ? 20 ദിവസം 9 ദിവസമൊക്കെ കടന്ന് ജയിലിൽ പോയി കിടന്നാ? കടന്ന്. അന്നൊക്കെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്.